കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തിലെ 5 പേരെ അരുങ്കൊല ചെയ്തിട്ട് യാതൊരു കുലുക്കവുമില്ലാതെ പോലീസിൽ സറണ്ടർ ചെയ്തത്. അതിന് ദിവസങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ ഫെയർവെൽ പാർട്ടി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ കൂടെയുള്ളൊരു വിദ്യാർത്ഥിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. ഇത്തരം സംഭവങ്ങൾ ദിനംപ്രതി എന്നോണം കേരളത്തിൽ ആവർത്തിക്കുകയാണ്. മിക്കവാറും സംഭവങ്ങളിൽ ഉത്തരവാദിയാവുന്നത് മയക്കുമരുന്നുകൾ തന്നെയാണ്. അത് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറ, പ്രത്യേകിച്ച് സ്കൂൾ പ്രായത്തിലും കോളേജ് പ്രായത്തിലുള്ള കുട്ടികൾ മയക്കുമരുന്നിന് അടിമയായി മാറുന്നതും, അതുപോലെ തന്നെ ഏറ്റവും ക്രൂരമായ കൃത്യങ്ങൾ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുന്നത്. ഇതേ അവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് പല വികസിത രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ വികസിത രാജ്യങ്ങളുടെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതേ രാജ്യങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആൻ്റണി ബർജസിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവലുണ്ട്, ഇംഗ്ലീഷ് നോവലിസ്റ്റായിട്ടുള്ള എ ക്ലോക്ക് വർക്ക് ഓറഞ്ച്. പിന്നീട് അത് 70കളിൽ സ്റ്റാൻ കുബ്രിക് അത് അതേ പേരിൽ തന്നെ സിനിമയാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നോവൽ പറയുന്നത് അലക്സ് എന്ന ഒരു കൗമാരക്കാരൻ്റെ കഥയാണ്. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള അലക്സും അലക്സിൻ്റെ കൂട്ടാളികളും യാതൊരു പ്രകോപനവുമില്ലാതെ അക്രമങ്ങൾ മുഴുകുകയും ആ അക്രമങ്ങളിൽ നിന്ന് അവർക്ക് വലിയ സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നു. എന്തായിരുന്നു ആ സൊസൈറ്റിയിൽ അന്ന് ആ വിദ്യാർത്ഥികളെ ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് പ്രചോദിപ്പിച്ചിരുന്നത്? പ്രധാനമായും സാമൂഹ്യ ബന്ധങ്ങൾ ഇല്ലാതിരിക്കുക എന്നതാണ്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നത്. കേരളത്തിലെ കുറച്ചു കാലം മുൻപ് വരെയുള്ള സാമൂഹിക രീതികൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഓരോ മനുഷ്യനും സാമൂഹ്യ ബന്ധങ്ങളുടെ ചട്ടക്കൂടിനകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ പ്രവൃത്തികൾക്ക് സാമൂഹികമായ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ പല കാര്യങ്ങളും പരസ്യമായി ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം ആ സാമൂഹ്യ ബന്ധങ്ങളുടെ കെട്ടുപാട് വളരെയധികമായിരുന്നു. ഈ സാമൂഹ്യ ബന്ധങ്ങൾ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ പല പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞരും ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ ഈ ഇന്ത്യൻ സൊസൈറ്റിയെ വേറിട്ട് നിർത്തുന്ന സാമൂഹ്യ ബന്ധങ്ങളുടെ ശക്തിയെക്കുറിച്ച് അവർ പലപ്പോഴും വളരെ പ്രശംസയോടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാമൂഹ്യ ബന്ധങ്ങൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ആളുകളെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യുന്ന പ്രവണത ഈ കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായി നമ്മൾ നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നുണ്ട്. അത്തരത്തിൽ ഈ ഓരോ കൂടുകളിൽ അടക്കപ്പെടുന്ന ആളുകൾ അവർക്ക് സ്വാഭാവികമായിട്ടും സാമൂഹ്യ ബന്ധങ്ങൾ കുറയുന്നുണ്ട്. ഈ കുട്ടികളിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ പലപ്പോഴും സ്കൂളുകളിലാണെങ്കിലും അതുപോലെ വീട്ടിലാണെന്നുണ്ടെങ്കിലും അവർക്ക് അർഹമായ ശ്രദ്ധ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധമാണോ ഇന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ളത്? 10-40 കൊല്ലം മുൻപ് പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയെപ്പോലും ഒരൊറ്റ വാക്കിലൂടെ തിരിച്ചറിയാൻ അന്നത്തെ അധ്യാപകർക്ക് കഴിയുമായിരുന്നു. അവർക്ക് ഇന്നും വളരെ മുമ്പുള്ള പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ, സ്കൂൾ തലത്തിൽ പഠിച്ചിട്ടുള്ള അധ്യാപകർ, അവർ ഓരോ കുട്ടിയും ഓർക്കുന്നുണ്ട്, ആ കുട്ടിയുടെ സവിശേഷതകൾ ഓർക്കുന്നുണ്ട്, ആ കുട്ടിയുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ എത്ര പേര് അധ്യാപകരെ ഓർക്കുന്നുണ്ട്? എത്ര അധ്യാപകർ ആ വിദ്യാർത്ഥികളെ ഓർക്കുന്നുണ്ട്? വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള ബന്ധം തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നൊരവസ്ഥയിലാണ് ഇന്ന് കേരളത്തിൽ സ്കൂളുകളിൽ കാണുന്നത്. പൊതുവെ അതുപോലെ തന്നെ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നത് ഒരിക്കലും അവർക്ക് ഒരു നല്ല പൗരനായി ജീവിക്കാനുള്ള
സാമൂഹ്യ ബോധം സൃഷ്ടിച്ചുകൊണ്ടല്ല, എത്രത്തോളം സങ്കുചിതമായി, എത്രത്തോളം സ്വാർത്ഥലാഭത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കണം, മറ്റൊരാൾക്ക് ഒരു നന്മ ചെയ്യുന്നതിലല്ല, പകരം അവൻ്റെ സ്വാർത്ഥത ഏതെങ്കിലും രീതിയിൽ സാധിച്ചെടുക്കുന്ന കുട്ടികളാണ്. അതായത് ബസ്സിലേക്ക് പോകുമ്പോൾ ഓടിക്കയറി ഏറ്റവും ആദ്യം കയറി സീറ്റ് പിടിക്കുന്ന കുട്ടിയാണ് ഏറ്റവും മിടുക്കൻ. അതുപോലെ അവനവൻ്റെ കാര്യങ്ങൾ ഈ തിണ്ണമെടുക്കൊണ്ട് സാധിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഇന്ന് പൊതുവെ രക്ഷിതാക്കൾ അഭിനന്ദിക്കുന്നത്. സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ അധ്യാപകർക്ക് ഇപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികളെ ശാസിക്കാനോ ശിക്ഷിക്കാനോ സാധിക്കാത്ത അവസ്ഥയാണ്. അതോടുകൂടി അധ്യാപകരുടേതായ ഒരു വില നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അധ്യാപകർ ഈ വിദ്യാർത്ഥികളെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യം, ഒരു 2 ഗ്രൂപ്പ് വിദ്യാർത്ഥികൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അത് അവരെ പിടിച്ചു മാറ്റാൻ പോയ അധ്യാപകൻ അവസാനം കേസിൽപ്പെടുന്ന അവസ്ഥ നമ്മൾ എല്ലാം വായിച്ചതാണ്. ആ അധ്യാപകൻ അവസാനം വേദനയോട് പറഞ്ഞ്, ഇനി മക്കളെ നിങ്ങൾ തല്ലിയാലും കൊന്നാലും ഞാൻ ഇടപെടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഈ രീതിയിൽ ഓരോ സമൂഹത്തിൻ്റേതായ ഒരു കീഴ്വഴക്കങ്ങളുണ്ട്. സമൂഹത്തിന് അതിൻ്റെ കെട്ടുറപ്പ് ആവശ്യമാണ്. സമൂഹത്തിൽ ആളുകൾ ഒരുമിച്ച് ഇഴുകിച്ചേർന്ന് ജീവിക്കേണ്ടതാണ്. ഇതിനു പകരം ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെ സാമൂഹ്യമായിട്ട് അവരെങ്ങനെ ജീവിക്കണം, ഒരു സമൂഹത്തിൽ അവർ സ്ഥാനം എന്താണ്, ഏത് തരത്തിലാണ് നല്ല പൗരൻ ജനിക്കുന്നത് എന്നൊന്നും തന്നെ ആരും ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നില്ല. പകരം അവരെ ഈ ചെറുപ്പം മുതൽ അവരെങ്ങനെ അവരുടെ മത്സര പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാം, എന്നിട്ട് എങ്ങനെ സ്വന്തം കൂടെയുള്ള ആ വിദ്യാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് രക്ഷിതാക്കൾ ശ്രദ്ധ വന്നത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക് ആ സിലബസിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതിലുപരി വിദ്യാർത്ഥിയുടെ മറ്റൊരു കാര്യത്തിലും ഇടപെടാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അത്ര ഇടപെടലുകൾ അവർക്ക് തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയിലുമാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ വന്നിട്ടുള്ള വലിയ ഒരു മാറ്റമാണ് ഈ വിദ്യാർത്ഥികളെ അവരുടേതായ പുതിയ ലോകം തുറക്കാനും അതിനനുസരിച്ചിട്ട് അവർ ഈ പറയുന്ന മയക്കുമരുന്നുകൾക്കും അക്രമത്തിനും അടിമയാവാനും ഉള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യബോധം സൃഷ്ടിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളിലൊന്നും തന്നെ നമ്മളിപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ കാണുന്നില്ല. അവർ ക്രിയേറ്റീവായിട്ടുള്ള വാസനകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. നല്ല നാടകങ്ങളോ കവിതകളോ സിനിമകളോ ഒക്കെ ആസ്വദിക്കാനുള്ള സന്ദർഭം മുൻകാലങ്ങളിൽ നമ്മൾ സ്കൂളുകളിലും അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് ഇന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ കലാലയങ്ങളിൽ നടക്കുന്നതേ ഇല്ല. ലോക സിനിമയും ലോക സാഹിത്യവും അതുപോലെ ലോക നാടകവേദിയും കവിതകളും കഥകളും നോവലുകളും എല്ലാം തന്നെ നമ്മുടെ സ്കൂളുകളിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാതെയാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ വരുന്നത്. അവർ കാണുന്നത് അവരുടെ ഈ പറഞ്ഞ ഈ വളരെ ഡ്രൈ ആയിട്ടുള്ള സിലബസിനകത്തുള്ള സംഭവങ്ങൾ, അത് എങ്ങനെ പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നു, 2 മാർക്ക് കുറഞ്ഞു പോകുന്നവൻ ഏറ്റവും മോശക്കാരനായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഈ സ്ഥിതിവിശേഷം മാറി കണ്ണു തുറന്ന് ഈ ലോകത്തിലെ മഹത്തായ കലാസൃഷ്ടികളും സാഹിത്യ സൃഷ്ടികളും എല്ലാം വിദ്യാർത്ഥികൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന, അവരെ ഈ ലോകത്തിൻ്റെ വിശാലതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ഇന്നത്തെ ദുരവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കാവുന്ന യാതൊരു സാമൂഹ്യ ബോധവും ഇല്ലാതെ തികച്ചും മൃഗീയമായ വാസനകൾക്ക് അടിമപ്പെട്ട് അവരുടെ ലോകങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്ന ഒരു കൂട്ടമായി കുഞ്ഞുങ്ങൾ അധപ്പതിച്ചു പോവുക എന്നുള്ളതാണ്. ഇത് തിരുത്തപ്പെടണം. ഇത് തിരുത്തപ്പെടാനായിട്ട് ആദ്യം വേണ്ടത് ഇത് രക്ഷിതാക്കളിലും അതുപോലെ തന്നെ മറ്റേ സാമൂഹ്യ സംഘടനകളിലും അതുപോലെ വിദ്യാലയങ്ങളിലും എല്ലാം തന്നെ ഈ വിദ്യാർത്ഥികളെ നമ്മൾ എങ്ങനെ ഭാവിയിലെ നല്ല പൗരന്മാരാക്കി വാർത്തെടുക്കണമെന്നതിനെക്കുറിച്ചൊരു ധാരണയാണ്. അതിന് ഈ മത്സര പരീക്ഷകൾക്കുള്ള സിലബസ് മാത്രം മതിയാവുകയില്ല. കുട്ടികളെ തുറന്ന മനസ്സോടെ വളർത്താനുള്ള
സാഹചര്യമൊരുക്കുക എന്നുള്ളതാണ്. അവർ കാണേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ അതേമാതിരി ഒരു അവനവൻ്റെ രാജ്യം ജയിക്കുമ്പോൾ വിരളി പിടിച്ച് ഷർട്ടൂരിയിട്ട് ഭ്രാന്തമായി ആക്രോശിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇത്തരത്തിലുള്ള ഭ്രാന്തമായ ആവേശങ്ങളല്ല കുട്ടികളിലേക്ക് കുത്തിവെക്കേണ്ടത്. കുട്ടികളിലേക്ക് കുത്തിവെക്കേണ്ടത് വെറുപ്പും പകയുമല്ല, പകരം സ്നേഹവും കാരുണ്യവുമാണ്. ഇത് എന്ന് മനസ്സിലാക്കുന്നു അന്ന് മാത്രമേ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കും ക്രൂരതകൾക്കും അടിവരയിടുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഈ മത്സര പരീക്ഷകളുടെ സിലബസ് അല്ലാതെ എങ്ങനെ ഒരു നല്ല പൗരനാവാം എന്ന് ഇന്ന് പഠിപ്പിക്കുന്നില്ല. അത് തീർച്ചയായും കുട്ടികളുടെ അപജയത്തിന് വലിയൊരു കാരണമാണ്. നമുക്ക് എങ്ങനെ ഒരു നല്ല പൗരനായി തീരാം, എങ്ങനെ ഒരു നല്ല സമൂഹം സൃഷ്ടിക്കാം, എന്താണ് ഒരു മനുഷ്യനിൽ നിന്ന് പ്രാഥമികമായി സമൂഹം ആഗ്രഹിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവേണ്ടത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെയാണ്. ഈ വിദ്യാലയങ്ങളിൽ നിന്ന് എന്ന് അത്തരത്തിലുള്ളൊരു ധാരണ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുവോ, എന്ന് ഒരു നല്ല പൗരനാവാൻ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുവോ, അന്ന് മാത്രമേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ ആവുകയുള്ളൂ.